എന്താണ് പാലത്തായി പീഡനക്കേസിൽ സംഭവിച്ചത്? പ്രതിയായ പത്മരാജന്റെ അപ്പീൽ ഹൈക്കോടതിയിൽ എത്തിയ സമയം മുതൽ സർക്കാർ അഭിഭാഷകർ സ്വീകരിച്ചത് തികച്ചും നിരുത്തരവാദപരമായ സമീപനമാണ്. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഒരു നീക്കവും നടത്തിയില്ല. മുതിർന്ന അഭിഭാഷകരെ തന്നെ നിയമിക്കണമെന്ന് ഇരയായ പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിട്ടും DGPയുടെ ഓഫീസ് വഴങ്ങിയില്ല. LDF സർക്കാരിന്റെ കാലത്ത് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് ഹാജരായ കേസിലാണ് UDF കാലത്ത് ഈ ഒളിച്ചുകളി നടന്നത്. ഗവൺമെന്റ് പ്ലീഡറുടെ നീക്കങ്ങളിൽ തുടക്കം മുതൽ പെൺകുട്ടിയുടെ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. ജൂണിൽ ആദ്യം പരിഗണിച്ച കേസ് ഒക്ടോബറിലേക്കാണ് മാറ്റിവെച്ചിരുന്നത്. കേസ് ഉടൻ എടുക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ അഡ്വക്കേറ്റ് നൽകിയ ഒബ്ജക്ഷൻ റിപ്പോർട്ട് തീരെ ദുർബലമായിരുന്നു. സർക്കാർ അഭിഭാഷകർ മനഃപൂർവ്വം അലഭാവം കാണിച്ച് BJP-കാരനായ പ്രതിക്ക് ജാമ്യം വാങ്ങിക്കൊടുത്തു. എന്തായിരുന്നു വിവാദമായ വന്ദേമാതരം ഉത്തരവിൽ സംഭവിച്ചത്? സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി നടക്കുന്ന എല്ലാ പൊതുചടങ്ങുകളിലും വന്ദേമാതരം ആലപിക്കണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ കുനിയാൻ പറഞ്ഞപ്പോഴേക്കും ഇവിടെ മുട്ടിലിഴയാൻ തുടങ്ങി. ഒടുവിൽ അത് കേന്ദ്ര നിർദ്ദേശം വകുപ്പുകൾക്ക് കൈമാറുക മാത്രമാണ് ചെയ്തതെന്ന് മുടന്ത ന്യായവും. അതായത് കേന്ദ്രം ഏത് RSS നയം ആവിഷ്കരിച്ചാലും ഞങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുകയോ തിരുത്തുകയോ ചെയ്യാതെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറുമെന്ന് സാരം. പറയുന്നത് ഇങ്ങ് ദക്ഷിണേന്ത്യയിലെ ഒരു മതേതര സർക്കാർ. തിരുവനന്തപുരത്തെ BJP കൗൺസിലർ സുഗതന്റെ സത്യപ്രതിജ്ഞയും TG മോഹൻദാസിന്റെ അറസ്റ്റുമൊക്കെ വെറും നാടകമായതും മോഹനൻ കുന്നുമൽ ഉൾപ്പെടെയുള്ളവർ പൊതുവേദികളിൽ പോലും വന്നിരുന്ന RSS പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് കാരണവും മറ്റൊന്നല്ല. എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു പാവ സർക്കാർ. ഇവിടെ എന്ത് കാണിച്ചാലും ചോദിക്കാനും പറയാനും ഭരണതലത്തിൽ ആരുമില്ലാത്ത അവസ്ഥ. പിന്നെ ഇവരൊക്കെ എന്തിനു ഭയപ്പെടണം?